ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ കല്യാണ വീഡിയോ ആയിട്ടോ. അതായത് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മകൾ. ഏകദേശം ഒരു മാസത്തോളമായിട്ടോ കല്യാണം കഴിഞ്ഞിട്ട്. പക്ഷേ വീഡിയോയുടെ ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ വ്ളോഗൊന്നും കണ്ടില്ലായിരുന്നു. ഒന്നാമത് വയ്യാത്തൊരു സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിഷ്വൽസ് ഒന്നും കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ടൊരു വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചു. പലർക്കും കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ, കാരണം പലയിടത്തും പലതരത്തിലായിരിക്കും ഓരോ കല്യാണങ്ങളൊക്കെ. അപ്പോൾ ഇത് 4 ദിവസത്തായിരുന്നു കേട്ടോ. മൈലാഞ്ചി കല്യാണം, അതുപോലെ തന്നെ നിക്കാഹ്, തലേന്ന് കല്യാണം, പിന്നെ കല്യാണം. 2 ദിവസമൊന്നും ഞാൻ എടുത്തിട്ടില്ല ആദ്യത്തെ. ഇതിപ്പോൾ തലേന്ന് കല്യാണമാണ്. എല്ലാവരും ബ്രൗൺ ആണ് കോഡായിട്ട് ഇട്ടിട്ടുള്ളത്. പക്ഷേ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എല്ലാവരും ബ്രൗണിലൊന്നും ആയിരുന്നില്ല കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കുറേ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞിട്ട് ഒരു ബ്രൗൺ എങ്ങനെ കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോൾ പലരും നമ്മളെ ചതിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവളുടെ ഉമ്മാൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഒരു ഓഫ് വൈറ്റ് ബീച്ച് കളർ ടച്ചിലുള്ളൊരു കോഡായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ തലേന്നത്തെ പിറ്റേന്നത്തെ കല്യാണം. തലേന്ന് അങ്ങനെ വലിയ പരിപാടിയൊന്നുമല്ല, നമ്മുടെ അടുത്ത കുടുംബക്കാർ മാത്രമുള്ള ഒരു ഫംഗ്ഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. പിന്നെ തലേന്ന് ദിവസത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളായിരുന്നു. ഇത് നമ്മൾ കാശ് കൊടുത്ത് വരുത്തിച്ചിട്ടുള്ള ടീമൊന്നുമല്ല കേട്ടോ. ഒപ്പനേൻ്റെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള പേരക്കുട്ടികളുടെ മക്കളാണ്. പേരക്കുട്ടികളല്ല, അവരുടെ മക്കളാണ്. അതായത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വല്യപ്പാക്കും 9 മക്കളാണ്. അവർക്ക് ഒരുപാട് പേരക്കുട്ടികളുണ്ട്. അതിലുള്ള പേരപ്പേരകളാണ് കേട്ടോ ഈ കാണുന്നവരൊക്കെ. പക്ഷേ ഒരു പേരപ്പേരുണ്ടല്ല, അതായത് എൻ്റെ കുട്ടിക്കുറുമ്പി കാണിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വാടകയ്ക്കുള്ള ഡ്രസ്സാണ്. പക്ഷേ ഒരു തരത്തിലും അത് ഇടാനും വേണ്ടിയിട്ട് സമ്മതിക്കല്ലായിരുന്നു. അവൾക്ക് ഓൾറെഡി ഇഷ്ടമല്ല ഇങ്ങനെ പാർട്ടി വെയർ ഒന്നും യൂസ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ് അവൾക്ക് ഇഷ്ടം. പക്ഷേ എനിക്കാണെങ്കിൽ ഈ പെൺകുട്ടികളെന്ന് പറയുമ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു പാർട്ടി വെയർ ഇടുന്നത് നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കല്യാണം വരുമ്പോൾ മാത്രം. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് കേട്ടോ റെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ജ്വല്ലറി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു അവൾ ഈ മാല അതൊന്നും ഇടൂല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചെയിന ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾ ഷോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി 18 അടവും പറ്റി നോക്കിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് കരയായിരുന്നു ആൾ. ഒരുപാട് ശ്രമിച്ചു നോക്കി, നോ രക്ഷ. എന്ത് രക്ഷാണ്. നല്ല ഭജനെ സുന്ദരി പെണ്ണയിക്കണ്. തനു ബേബിനെ എടുത്തുകിടാ. എന്തിനാ തനു എൻ്റെ കുട്ടിനെ എടുത്തുകൂടാ. തനു ആ കുട്ടീനെ അടുത്ത ഇഷ്ടമായിട്ടില്ല. മമ്മി എടുക്കണ്ടാന്ന്. കൊണ്ടു കൊടുക്കണത് അതാ പിടിച്ചു. അവൾക്ക് മറ്റേ ഷൂട്ട് കൊടുക്കണമായിരുന്നു. ഇല്ല, ചിരിച്ചാ മതി. തട്ടോടടി കൈയ്യട്ട്
കൈയ്യോട്ട് 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 അന്തോ അല്ല പിടിക്കട്ടാ ചെക്കിനെങ്ങനെ അങ്ങനെ പാട്ടും ഡാൻസും കളികളൊക്കെ ആയിട്ട് തലേന്ന് ദിവസത്തെ കല്യാണ പരിപാടി അവസാനിച്ചു കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മക്കളുടെ ഒപ്പനൊക്കെ തന്നെ ആയിരുന്നേ. പിന്നെ ഇനിയുള്ളത് കല്യാണ ദിവസത്തെ വിശേഷങ്ങളാണ്. അന്ന് ഞാൻ ഫെല്ലക്കുട്ടിക്ക് അവളുടെ ബർത്ത്ഡേൻ്റെ ഡ്രസ്സായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിഞ്ചു വന്നിട്ടുണ്ടായിരുന്നില്ല, അത് അന്ന് ദിവസം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടി വെയറൊക്കെ ആകുമ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യൂലല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നത് എന്തായാലും ഒന്ന് മുതലാക്കണ്ടേ, ചെറുതാവുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് മുതലാക്കാന്നുള്ളതുകൊണ്ട് അവൾക്ക് ആ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുത്തു. വേറെ ഒന്നുകൂടെ ഞാൻ തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മിഡിയും അതിൽക്കൊരു ബ്ലൗസും. അപ്പോൾ അത് ഇത്ര ഹെവി അല്ല, ഈ ഹെവി ആയിട്ടുള്ള ഈ പാർട്ടി വെയർ ഒന്നും അവൾ അധികം നേരം ഇട്ട് കിടക്കില്ല. അപ്പോൾ ഇതിന് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാമല്ലോ എന്നുള്ളതുകൊണ്ട് എക്സ്ട്രാ ഒന്നുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഈ ഒരു കളർ പാറ്റേണിലുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ, ഒരു പീച്ച് പിങ്ക് ടച്ചുള്ള. എൻ്റേത് കുറച്ചൊന്ന് ഡാർക്കായി പോയി. ഒന്നാമത് ഈ ഒരു കളറിലുള്ള ഡ്രസ്സ് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വാങ്ങണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഡാർക്ക് കളറാട്ടോ വാങ്ങിച്ചത്. പക്ഷേ കുറേ പേര് ആ കളറിലുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പല ടൈപ്പും പലയിടത്തുനിന്നും പലരും വാങ്ങിയപ്പോൾ പല കളറുമായി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഒത്തുചേർന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ അങ്ങോട്ട് മുഴുവനായിട്ട് ഫോട്ടോ സെഷൻ തന്നെ ആയിരുന്നു. ഒന്നാമത് കസിൻസൊക്കെ കുറേ കാലത്തിന് ശേഷമാണ് ഒരുമിച്ച് കൂടുന്നത്. പണ്ടൊക്കെ എപ്പോഴും ഉമ്മാൻ്റെ വീട്ടിൽ കൂടും, ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ പിന്നെ കഥകൾ പറച്ചിലും വിശേഷങ്ങൾ പറച്ചിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും പറ്റാറില്ല. എല്ലാവർക്കും വലിയവരായി, മക്കളായി, പിന്നെ അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറിയല്ലോ, കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴൊന്നും കൂടാൻ പറ്റാറില്ല. ഇങ്ങനെ എന്തെങ്കിലും കല്യാണങ്ങളോ വിശേഷങ്ങളൊക്കെ വരുമ്പോഴേ പറ്റാറുള്ളൂ. എന്നാലും ഒരുപാട് പേരുടെ കുറവുണ്ടാവാറുണ്ട്. ഇത്തവണ ഒരുപാട് പേരുടെ കുറവുണ്ട്. കുറേ പേര് ഗൾഫിൽ, കുറേ പേര് നാട്ടിൽ, കുറേ പേരൊക്കെ ഗൾഫിലുള്ളവർ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, കണ്ടില്ലേ ഇത്രയും അംഗങ്ങൾ നമ്മളെ ഫാമിലിയിലുള്ള തന്നെയാണ്, ഇനിയും ഉണ്ട്. എന്നാലും ഉള്ളവർ വെച്ചിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ പ്രാവശ്യത്തെ പോലെ കുറേ വീഡിയോ ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. പേരിമ്പക്കനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കും വിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു വിത്തൊരു പെണ്ണാടേ നിന്റെ തേനരപ്പ വിടച്ചിരിയുന്ന ഞാനൊരുത്തി ഉണച്ചിടുമെന്ന് മുത്തേ മോഹബത്തിന്റെ സത്തേ പുന്നാരക്കുട്ടി തത്തേ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു ബീവി. മാഞ്ഞാലം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചെന്നെ കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഈ ഉലകത്തിൽ തേനേ. അങ്ങനെ നമ്മൾ ചെക്കനും കൂട്ടരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെണ്ണിൻ്റെ എൻട്രി ഉണ്ടാവും. ഓൾറെഡി ഒരു എൻട്രി ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇനിയിപ്പോൾ ചെക്കനെ കാണിക്കാൻ വേണ്ടിയിട്ട്
അടുത്തൊരു രണ്ടാമത് എൻട്രി കൂടെ ഉണ്ട്. ഫസ്റ്റ് എൻട്രി എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആ സമയത്ത് ഞാൻ എവിടെയോ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ചെക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് കാണാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. എൻ്റെ ഒരു കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഏകദേശം ഒരു 13 വർഷത്തിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ കല്യാണങ്ങളും ഏകദേശം ഒരേയൊക്കെ പോലെ തന്നെയാണ്. വലിയ വെറൈറ്റി വളരെ ചുരുക്കം വീടുകളിലൊക്കെ കാണുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, പല സ്ഥലങ്ങളിലും കുറേ വെറൈറ്റീസ് കൊണ്ടുവരികയാണ്, പ്രത്യേകിച്ച് പെണ്ണിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെയും അതുപോലൊരു എൻട്രി ഉണ്ട് കേട്ടോ. मेरा सजना मिले सजना मिलन वदाइया नी सजन डोली लेके आना नी वेड़ा सजया मेरा सजना പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പെണ്ണിൻ്റെ വീട്ടിലാണ് നമുക്ക് ഉച്ചയ്ക്കത്തെ പരിപാടി, വൈകുന്നേരത്തെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ പയ്യൻ്റെ വീട്ടിലാണ്. അപ്പോൾ പയ്യൻ വന്ന് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ പോവാട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി അവിടെയാണ് കൂടുന്നത്. എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും, അതിൻ്റെ കൂടെ ഫുഡ് അടിയൊക്കെ ഇനി അവിടെ ആയിരിക്കും. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഓഡിറ്റോറിയത്തിലാണ്. ഇനി അവളവിടെ ആക്കി കൊടുക്കുക, എന്നിട്ട് യാത്ര പറയുക, തിരിച്ചു പോരുക എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്നും അവൾക്കൊരു എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. मेरा सजना मिले सजना मिलन वदाइया नी सजन डोली लेके आना नी वेड़ा सजया मेरा सजना അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻസ് ഒക്കെ പറഞ്ഞറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.